പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രീതി മക്കളെ, രൂത്തിന്റെ പുസ്തകം ഹല്ലേലൂയ 1-ാം വാക്യം നോക്കുമ്പോൾ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദിയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്തെ പരദേശിയായി പാർപ്പാൻ പോയി. ഹല്ലേലൂയ. നോക്കൂ, അവന് എലീമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നൊവോമി എന്നും 2 പുത്രന്മാർക്ക് മകളോൻ എന്നും കില്യോൻ എന്നും പേർ. ഹല്ലേലൂയ. ഇങ്ങനെ 4 പേരാണ് ഹല്ലേലൂയ ഈ മോവാബ് ദേശത്തേക്ക്, അതായത് എവിടെ നിന്നാണ് പോയത്? ഹല്ലേലൂയ, യഹൂദിയിലെ ബേത്ലഹേമിൽ നിന്നാണ് അവർ മോവാബ് ദേശത്തിലേക്ക് പോയത്. അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് മ്ലേച്ഛത നിറഞ്ഞ മോവാബിലേക്ക് ഹല്ലേലൂയ ഒരു ക്ഷാമമുണ്ടായതിന്റെ പേരിൽ അവര് പോയതാണ്. ഹല്ലേലൂയ. നോക്കൂ, ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തെങ്കിലും ഹല്ലേലൂയ ഓരോരുത്തരായിട്ട് അവരിൽ നിന്ന് ഹല്ലേലൂയ അതായത് മരണപ്പെട്ടു. ആദ്യമേ തൻ്റെ ഹല്ലേലൂയ ഭർത്താവ് ഹല്ലേലൂയ എലീമേലെക്ക്, പിന്നീട് മകളോൻ കില്യോൻ, ഇങ്ങനെ ഓരോരുത്തരും 3 പേര് മരിച്ചു. പക്ഷെ 2 മക്കളും വിവാഹം കഴിച്ചു. ഓർപ്പയെന്നും രൂത്തെന്നും പേരുള്ള മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചൊക്കെ നിൽക്കും. പക്ഷേ നോക്കൂ, മകളോനും കില്യോനും തൻ്റെ ആൺമക്കളും മരിച്ചപ്പോൾ നൊവോമി തൻ്റെ ഹല്ലേലൂയ മരുമക്കളായ രൂത്തിനോടും ഓർപ്പയോടും പറഞ്ഞു, ഹല്ലേലൂയ നിങ്ങൾ ഇനി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഇനി എൻ്റെ കൂടെ നിന്നാൽ എന്താണ് പ്രയോജനം? നിങ്ങൾക്ക് ഇനി ഹല്ലേലൂയ വിവാഹം ചെയ്തു തരുവാൻ എൻ്റെ പക്കലിന് ആൺപൈതങ്ങളും ഇല്ല, ആരുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പൊക്കോ. പക്ഷേ ഓർപ്പയാണെങ്കിൽ ഹല്ലേലൂയ അവള് ഇവിടെ പറയുന്നുണ്ട്, അത് 13-ാം വാക്യം മുതൽ നോക്കൂ. 13-ാം വാക്യത്തിൽ, എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കാൻ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോടെ പറ്റി നിന്നു. ഹല്ലേലൂയ. നോക്കൂ, രൂത്ത് ഹല്ലേലൂയ നൊവോമിയോടെ നിന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. ഹല്ലേലൂയ. നൊവോമി രൂത്തിനോട് പറയാണ്, ഓർപ്പ ഹല്ലേലൂയ അങ്ങനെ അവളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക. ഹല്ലേലൂയ. നീയും പോകുവാൻ വേണ്ടി പറയാ. പക്ഷേ രൂത്ത് അമ്മാവിയമ്മോടെ പറ്റി നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് രൂത്ത് പറയുകയാണ് 16-ാം വാക്യത്തിൽ, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നോക്കൂ, ഹല്ലേലൂയ നൊവോമിയുടെ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് അത്രമാത്രം തിരിച്ചറിയുവാൻ മോവാബി സ്ത്രീയായ ഈ രൂത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നാളുകളായിട്ട് ദൈവവചനം കേട്ട് ഹല്ലേലൂയ ആയിരിക്കുന്ന ജീവിതങ്ങളിൽ എത്ര പേരാണ് കർത്താവിൻ്റെ വചനം നന്നായിട്ട് മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കുന്നത്? ഹല്ലേലൂയ. നോക്കൂ, രൂത്ത് ഒരു മോവാബി സ്ത്രീ ആയിട്ടും നൊവോമിയുടെ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് പറയണമെങ്കിൽ അവൾ അത്രമാത്രം ഹല്ലേലൂയ നൊവോമിയിലുള്ള ആ ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു.
ഇന്ന് ഹല്ലേലൂയ നാം ഒരു കാര്യം ചിന്തിക്കുക. യേശുവപ്പന്റെ വചനം കേട്ട് ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ കൽപ്പനകൾ മനസ്സിലാക്കി കൽപ്പന അനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കുവാൻ ഒരുക്കമാ. അത്രമാത്രം സ്നേഹത്തോടെ ഹല്ലേലൂയ രൂത്തിനും നവോമിക്കും തമ്മിൽ ഹല്ലേലൂയ ഒരു ദൈവബന്ധം, ദൈവിക ബന്ധം, ഹല്ലേലൂയ ഒരു ആത്മീയ ബന്ധം കെട്ടിപ്പിടിക്കുവാൻ ഹല്ലേലൂയ സാധിച്ചു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ നോക്കൂ, 2-ാം അധ്യായം 11-12 പറ്റി നിന്നതിന്റെ ഫലമായിട്ട് എന്താണ് ലഭിച്ചതെന്ന് നോക്കൂ. ഹല്ലേലൂയ 11-ാം വാക്യം മുതൽ വായിക്കുന്നുണ്ട്. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കൂ, ഹല്ലേലൂയ മോവാബ്യ സ്ത്രീ എവിടെയൊക്കെ പറ്റിച്ചേർന്ന് നിൽക്കണമോ അവിടെയെല്ലാം പറ്റി നിന്നതിന്റെ ഫലമായിട്ട് യഹോവയിലുള്ള ആശ്രയം അവൾക്ക് മനസ്സിലായി. പ്രിയ മക്കളെ, അതുകൊണ്ടാ പറഞ്ഞ ഹല്ലേലൂയ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ നാം ദൈവത്തെ അറിയേണ്ടവണ്ണം അറിഞ്ഞാൽ നാം എവിടെ പോയാലും കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനും അവിടുത്തെ ഹല്ലേലൂയ ആരുടെ മധ്യത്തിലും ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ കൂടെ ഇരുന്ന് ദൈവം നമ്മെ രക്ഷിക്കുവാൻ തക്കതായ ആൾക്കാരെ നമുക്ക് വേണ്ടി ഒരുക്കി തരും. പ്രിയ മക്കളെ, ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യത്തിൽ നോക്കുമ്പോൾ കാണാം, അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഹല്ലേലൂയ പക്ഷേ ഇവിടെ നോക്കൂ, മോവാബിയായ ഹല്ലേലൂയ സ്ത്രീ ഹല്ലേലൂയ രൂത്ത് ഹല്ലേലൂയ നോക്കൂ യഹോവയോടെ പറ്റി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ എവിടെ അടിച്ചമർത്തുന്നോ അവിടെ ഹല്ലേലൂയ ദൈവസഭ പണിയുവാൻ തന്നെ നമ്മൾ ഒരുക്കമായിരിക്കണം. കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ ഒരിക്കലും ഇവിടെയായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനം പറയാൻ കടന്നു വരരുതെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച ഇടത്തേക്ക് വീണ്ടും പോയി ദൈവത്തിന്റെ വചനം പറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാണോ? ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ നോക്കൂല, രൂത്തിന്റെ പുസ്തകം മുഴുവനും നമ്മൾ വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവപ്പച്ചന്റെ ഹല്ലേലൂയ വംശപാരമ്പര്യത്തിൽ വംശാവലിയിൽ വരെ പേര് കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ലാസ്റ്റിൽ വായിക്കുന്നുണ്ടല്ലോ പ്രിയ മക്കളെ, ഹല്ലേലൂയ നോക്കൂ, ഹല്ലേലൂയ അതായത് ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു, ഇഷായി ദാവീദിനെ ജനിപ്പിച്ചു. ഹല്ലേലൂയ പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ അപ്പൻ നമ്മെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു വിശ്വസ്തയോട് നിൽക്കുവാണെങ്കിൽ കർത്താപ്പച്ചന്റെ ഹല്ലേലൂയ ആ പട്ടികയിൽ നമ്മുടെ പേരും കാണും. ഹല്ലേലൂയ അപ്പച്ചൻ വരുമ്പോൾ ആ നിത്യതയിൽ ഹല്ലേലൂയ അപ്പച്ചനോട് ഒത്തൊരുമിച്ച് നമുക്കും കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ഉറപ്പോടെ നിൽക്കുക, യേശുവപ്പനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. കർത്താപ്പച്ചനെ ഹല്ലേലൂയ മാറ്റി നിർത്തി നമ്മുടെ ഒരു കാര്യം നമ്മൾ ചെയ്യല്ലേ, അപ്പനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ ഹല്ലേലൂയ സാക്ഷികളായിട്ട് നമ്മൾ എവിടെയും ആയിത്തീരണം. ഹല്ലേലൂയ രൂത്ത് നോക്കൂ, ഹല്ലേലൂയ നവോമിയോട് പറ്റി നിന്നു. ഹല്ലേലൂയ തൽഫലമായിട്ട് ഒരു ബോവസിനെ അവൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ കർത്താപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, എവിടെയും ദൈവം നമ്മളെ മറ്റുള്ളവർ തള്ളിക്കളയുന്നിടത്ത് കർത്താപ്പച്ചൻ നമ്മെ ചേർത്ത് നിർത്തും. ഹല്ലേലൂയ എങ്ങനെയാണ് നാം ദൈവത്തോട് പറ്റി നിൽക്കണം. ഹല്ലേലൂയ യേശുവപ്പൻ എനിക്ക് വലിയവനാണ്, കർത്താവപ്പച്ചൻ എന്നെ കൈവിടില്ല, എന്നെ ഏത് നിമിഷവും കർത്താവപ്പച്ചന്റെ കരങ്ങളിൽ താങ്ങുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ താങ്ങി നടത്തുന്ന അപ്പൻ നമ്മെ കൈവിടുകയില്ല. പ്രിയ മക്കളെ, യേശുവപ്പനോട് കൂടെ നമുക്കായിത്തീരാ. ഹല്ലേലൂയ രൂത്ത് പറ്റി നിന്നതുപോലെ നമുക്കും കർത്താവിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളായിത്തീരാ. ഹല്ലേലൂയ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാം.
ദൈവസനി നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഞാനും ഹല്ലേലൂയ നീ അറിയുന്ന ദൈവത്തെ ഞാനും അറിയുന്നു പറയുവാൻ ഹല്ലേലൂയ അതുപോലെ നമ്മുടെ കൂടെ സഹകരിക്കുന്നവരായി തീരട്ടെ. ദൈവസനി നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയൊരു ആത്മീയ ഉറപ്പ് എൻ്റെ അപ്പനിലേക്ക് ഹല്ലേലൂയ ആയിത്തീരുവാൻ ഇടയായിത്തീരണമേ. കർത്താവിലുള്ള വിശ്വാസം അത്രമാത്രം വർദ്ധിക്കുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവേ, എൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഹല്ലേലൂയ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. അപ്പൻ തന്നെ സംസാരിക്കണമേ, ഓരോരുത്തരോട് ഇടപെടണം കർത്താവേ. യേശുപ്പൻ്റെ മക്കളാക്കി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.